വിശദമായി ബി.ജെ.പി. പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തൃശൂരിൽ അഴീക്കോടൻ സ്മാരക സ്തൂപം തകർത്തു. മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്ക് നേരെ സമരക്കാർ ആക്രമണം നടത്തി. ജിതിൻ നൽകും തിരുവനന്തപുരത്തു നിന്നും പൂർണ്ണമായ വിവരങ്ങൾ. ജിതിൻ, ഹർത്താൽ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? മനു, ബി.ജെ.പി. ഹർത്താൽ പാതി ദിനം പിന്നിടുമ്പോൾ വലിയ അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ വലിയ അക്രമങ്ങൾ ഉണ്ടായി. പ്രധാനമായും തൃശൂരിലാണ് വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. തൃശൂർ ചെട്ടിയങ്ങാടിയിൽ അഴീക്കോടൻ സ്മാരക സ്തൂപം ബി.ജെ.പി. പ്രവർത്തകർ തകർത്തു. ഒപ്പം കെ മാമുക്കുട്ടിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കുകയുണ്ടായി. പുഗസ സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടാക്കിയ ശില്പങ്ങളും ബി.ജെ.പി. പ്രവർത്തകർ നശിപ്പിച്ചു. ഒപ്പം തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. കോഴിക്കോട്ടും മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായി. തിരുവനന്തപുരത്തും മാധ്യമപ്രവർത്തകരെ ബി.ജെ.പി. പ്രവർത്തകർ ആക്രമിക്കാൻ ശ്രമിക്കുകയും UNA-യുടെ ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കുന്നമംഗലത്ത് വിവാഹ പാർട്ടിക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകർ കയ്യേറ്റം നടത്തി. കൊല്ലം തടവയിൽ RSSകാർ ഒരു ഡോക്ടറുടെ കാറ് തല്ലിപ്പൊട്ടിക്കുന്ന സംഭവം ഉണ്ടായി. ആലപ്പുഴ ചേർത്തലയിലും മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി. തിരുവനന്തപുരത്ത് തന്നെ ഡിവൈഎഫ്ഐ പെരുന്താനി ലോക്കൽ കമ്മിറ്റിയുടെ ആംബുലൻസ് ബി.ജെ.പി. പ്രവർത്തകർ അടിച്ചു തകർത്തു. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് നേരെയും ബി.ജെ.പി. പ്രവർത്തകരുടെ അക്രമ ശ്രമമുണ്ടായി. യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ കാറ്റൂരി വിടുകയും വാഹനങ്ങളിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. ആശുപത്രിയിലേക്ക് അടക്കം പോകുകയായിരുന്ന യാത്രക്കാർക്ക് നേരെയാണ് ബി.ജെ.പി. പ്രവർത്തകർ ആക്രമിക്കാനും ഉള്ള ശ്രമങ്ങളെല്ലാം നടത്തിയത്. ഒപ്പം തുറന്നു പ്രവർത്തിച്ചിരുന്ന മെഡിക്കൽ ഷോപ്പുകളെല്ലാം തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ബലമായി അടപ്പിക്കുകയും ചെയ്തു. മെഡിക്കൽ ഷോപ്പുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അതിന് വിരുദ്ധമായാണ് ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ നടപടി ഉണ്ടായത്. ഇത്തരത്തിൽ ഹർത്താൽ പാതി ദിനം പിന്നിടുമ്പോൾ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. ശരി, ജിതനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം കണ്ണൂരിൽ ഹർത്താലിനോട് തണുപ്പൻ പ്രതികരണമാണുള്ളത്. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നു. ജോഷില നൽകും വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും. ജോഷില, കണ്ണൂരിൽ ഹർത്താൽ പാതി ദിനം പിന്നിടുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? ഹർത്താൽ ഏകദേശം 7 മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ കണ്ണൂരിൽ ഹർത്താലിനോട് തികച്ചും തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഭവം നടന്ന സ്ഥലം പിണറായിൽ കടകമ്പോളങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ശാന്തമായിരുന്ന കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം മോഹനെ RSS സംഘം വെട്ടിക്കൊന്നതോടെയാണ് ഈ സമാധാന അന്തരീക്ഷം തകർന്നത്. ഇതിൽ ജനങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗം എന്ന് വേണം പറയാൻ കണ്ണൂരിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ച ഹർത്താലിനെ അവഗണിക്കുന്ന തള്ളിക്കളയുന്ന ഒരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കടകമ്പോളങ്ങൾ എല്ലാം തന്നെ തുറന്നു പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ മിക്കതും റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ചില ഇടങ്ങളിൽ ധർമ്മട മണ്ഡലത്തിൽ എല്ലായിടത്തും വാഹനങ്ങൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ മറ്റു ഭാഗങ്ങളിൽ ചിലയിടങ്ങളിൽ വാഹനങ്ങൾ ഓടുന്നില്ല എന്നതൊഴിച്ചാൽ ധർമ്മട മണ്ഡലം സജീവമാണ്. സാധാരണ ജനജീവിതം തുടരുകയാണ് ജനങ്ങൾ. മാത്രമല്ല കണ്ണൂരിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. IG ദിനേന്ദ്ര കശ്യപ് ഇവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. വൻ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംഘർഷാവസ്ഥകൾ ഒന്നും തന്നെ ഈ പകുതി ദിനം പിന്നിടുമ്പോൾ ഹർത്താലിന്റെ പകുതി പിന്നിടുമ്പോൾ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതേസമയം വിലാപയാത്രയായി കടന്നു വന്ന സമയത്ത് NE ബാലറാം മന്ദിരത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരിയിലാണ് സംഭവം. തലശ്ശേരി NE ബാലറാം മന്ദിരത്തിന് മുന്നിലുള്ള കൊടി നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. മറ്റ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാൽ പിണറായി സംഘർഷാവസ്ഥകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായ ജനജീവിതമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരി, ജോഷിലയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.